ഏട്ടാ ഏട്ടാ പ്ലീസ് ഏട്ടാ, പെണങ്ങല്ലേ. ഈ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കൂ. ഇനി മേലിൽ ഞാൻ അച്ഛനെ കാണില്ല. എന്തിനാ വേണ്ടെന്ന് വെക്കുന്നത്? നീ പോയി കണ്ടോടി, പോയി കണ്ടോ. വേണമെങ്കിൽ അയാളുടെ കൂടെ പോയി താമസിക്കുകയും കൂടെ ചെയ്തോ. പക്ഷെ ഒറ്റ കാര്യം, അതോടെ നീ എന്നെ അങ്ങ് മറന്നേക്കണം. ഇങ്ങനെ ഒരു അനിയത്തി ഇല്ലെന്ന് ഞാനും വിചാരിച്ചോളാം. അയ്യോ ഏട്ടാ, ഏട്ടാ, ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ഏട്ടനെയോ. ഞാനിങ്ങനെ പറയാതെ തന്നെ ഏട്ടനെ അറിയുകയും ചെയ്യാം. പക്ഷെ നമ്മുടെ അച്ഛനല്ലേ ഏട്ടാ, എന്നെ വിളിച്ചൊന്ന് കാണുന്നു പറയുമ്പോ പയ്യാന്ന് പറയുന്നത് എങ്ങനെയാ? അയാൾ നമ്മളോട് ചെയ്തൊക്കെ നിനക്ക് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ ഈ ജന്മത്ത് അയാളുടെ മുഖത്ത് പോലും നീ നോക്കില്ലായിരുന്നു. ഇത്രയും കാലം എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെയല്ലേ നിന്നെ ഞാൻ കൊണ്ടുവരുന്നത്. ഒക്കെ നീ മറന്നുപോയി. മറന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അയാളുടെ ചോര തന്നെയല്ലേ നീയും. ഏട്ടൻ മതി. എന്താ എന്താ ഇവിടെ ഒരു വഴക്ക്? ആരോട് ചോദിച്ചിട്ടാ ഇവിടെ അയാളെ കാണാൻ പോയത്? അമ്മയോട് പറഞ്ഞിട്ട് തന്നെയാ ഞാൻ അച്ഛനെ കാണാൻ പോയത്. ഓ, അപ്പൊ ഇത് അമ്മ അറിഞ്ഞുകൊണ്ടുള്ള പോക്കായിരുന്നല്ലേ? അമ്മയും പോയി കാണാറുണ്ടായിരുന്നല്ലേ അയാളെ? ഞാൻ പോയിട്ടില്ല. നിനക്ക് ഇഷ്ടമില്ലാത്തൊന്നും ഞാൻ ചെയ്യില്ല. ഓഹോ, അതായത് എനിക്ക് ഇഷ്ടമില്ലാത്തോണ്ടാണ് അമ്മ പോവാത്തത്. ഇഷ്ടമായിരുന്നെങ്കിൽ അമ്മ പോയി കണ്ടേനെ അല്ലേ? നീ എന്തിനാ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നേ? നിനക്ക് അച്ഛനെ ഇഷ്ടമില്ലാത്തതുപോലെ തന്നെ അച്ചുവിന് അച്ഛനെ ഇഷ്ടപ്പെടാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് അവളെ തടയാൻ എനിക്ക് തോന്നിയില്ല. അപ്പൊ രണ്ടുപേരും കൂടെ എന്നെ വിഡ്ഢിയാക്കായിരുന്നു. വിഡ്ഢിയാക്കാൻ വേണ്ടിട്ടൊന്നും അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇനി ഞാൻ അച്ഛനെ കാണാൻ പോകുന്നില്ല. എനിക്ക് വേണ്ടി നീ അങ്ങനെ ത്യാഗമൊന്നും ചെയ്യണ്ട. നിന്റെ മനസ്സിൽ അയാളോടുള്ള ദേഷ്യം കുറഞ്ഞു വരുന്നത് എനിക്ക് മുമ്പേ മനസ്സിലായതാ. പക്ഷെ ദേഷ്യം കുറഞ്ഞു കുറഞ്ഞ് അതിപ്പോ സഹതാപവും സ്നേഹവും ഒക്കെ ആയല്ലോ. എത്രയായാലും എന്റെ അച്ഛനല്ലേ. അമ്മയ്ക്കോ? അമ്മയ്ക്കുണ്ടോ അയാളോട് മനസ്സറിച്ച സ്നേഹം? എന്തായാലും എന്റെ ഭർത്താവല്ലേ, എന്റെ കുട്ടികളുടെ അച്ഛനല്ലേ. എന്നാണ് ഈ ചിന്തയൊക്കെ ഉണ്ടായി തുടങ്ങിയത്? ആ പേര് കേൾക്കുന്ന പോലും വെറുപ്പായിരുന്നില്ലേ പണ്ട്? കാലം മായ്ക്കാത്ത മുറിവുകളുണ്ടോ മോനെ? മായ്ക്കരുത് അമ്മ. രണ്ട് മക്കളെയും കൊണ്ട് ജീവിക്കാൻ അമ്മ കഷ്ടപ്പെട്ടതൊന്നും മറന്നുപോകരുത്. കൊലപാതകയുടെ മകളെന്നും പറഞ്ഞ് നിന്റെ കൂട്ടുകാരൻ നിന്നെ കളിയാക്കിയ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോടി? ഓർമ്മയുണ്ടോന്ന്? വൈകിട്ട് സ്കൂൾ വിട്ട് വന്നതിന് ശേഷം എന്റെ മടി കിടന്ന് കരഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? ആരും ഒന്നും മറന്നുപോകരുത്. ആ കാലമൊക്കെ കഴിഞ്ഞില്ലേ. എന്തായാലും അച്ഛൻ ഉപേക്ഷിച്ച മകളെന്ന് കേൾക്കുന്നതിനേക്കാൾ ഭേദോ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ മാറാൻ കഴിയുന്നത്? മാറ്റം പ്രകൃതിയുടെ ഒരു നിയമമാ. സ്ത്രീകളുടെ സ്വഭാവം നിനക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടാ. എത്ര താന്തോന്നിയായാലും പശ്ചാത്തപിച്ച് തളർന്നു വന്ന് കാല് പിടിച്ച ഭർത്താവിനെ ഉപേക്ഷിക്കില്ല ഭാര്യ. എത്ര ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലും അച്ഛൻ വാത്സല്യത്തോടെ ഒന്ന് ചേർത്ത് പിടിച്ച മനസ്സ് നിറഞ്ഞു പോകും മകൾക്ക്. മക്കൾ എത്ര തലതെറിച്ചവരായാലും അവരുടെ കണ്ണൊന്ന് നിറഞ്ഞ സഹിക്കില്ല അമ്മയ്ക്ക്. ഒരു ബന്ധവുമില്ലാത്ത പെണ്ണല്ലേ അമൃത. അവള് പോലും ഒരു മകളെ പോലെ സ്നേഹിക്കുന്നില്ലേ നിന്റെ അച്ഛനെ? പെണ്ണുങ്ങള് അങ്ങനെ അഭി പൊറുക്കും, ക്ഷമിക്കും. എന്നാ ആണുങ്ങൾ അങ്ങനെയല്ല അമ്മേ. ആണുങ്ങൾ അങ്ങനെയല്ല. പകയും പ്രതികാരവും മരിക്കുന്നവരെ കൂടെ കൊണ്ടു നടക്കും. ഇല്ല മോനെ, മരിക്കും വരെ അല്ല, വീഴും വരെ. കിടപ്പിലായി പോയാ കണ്ണീരിൽ അലിഞ്ഞു പോവും പകയും പ്രതികാരവും ഒക്കെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.